പാണ്ഡവരുടെ ഭാഗത്തെ ഏറ്റവും മികച്ച യോദ്ധാവ് അർജുനൻ മുന്നോട്ട് നോക്കുമ്പോൾ പക്ഷെ അവിടെ അദ്ദേഹം കാണുന്നത് ശത്രുക്കളെ മാത്രമല്ല. അവിടെ എതിർവശത്ത് നിൽക്കുന്നത് ആരൊക്കെയാണെന്നോ? സ്വന്തം മുത്തച്ഛൻ, തന്നെ അസ്ത്രവിദ്യ പഠിപ്പിച്ച ഗുരു, അമ്മാവന്മാർ, സഹോദരങ്ങൾ, എല്ലാം സ്വന്തം ആളുകൾ, സ്വന്തം രക്തം. ഇത് കണ്ടതും അർജുനന്റെ കൈകൾ വിറച്ചുപോയി. ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഞെട്ടിക്കുന്ന തീരുമാനമെടുക്കുന്നത്: ഞാൻ യുദ്ധം ചെയ്യില്ല. അതെന്താ അങ്ങനെ? ഒരു യോദ്ധാവിന്റെ ധർമ്മം, ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നതാണല്ലോ. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയായ അർജുനൻ എന്തിനാണ് പിന്മാറുന്നത്? അതാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം അർജുനന്റെ മാനസികാവസ്ഥയിലേക്കൊന്ന് പോയി നോക്കാം. എന്തൊരു സംഘർഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവുക? യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനം കിട്ടിയോ? ഇല്ല. സത്യം പറഞ്ഞാൽ ദുഃഖം കൂടുകയാണ് ഉണ്ടായത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ജയിച്ചാൽ സ്വന്തം ആളുകളെ കൊല്ലേണ്ടി വരും, തോറ്റാലോ എല്ലാം നഷ്ടപ്പെടും. മുന്നോട്ടും പോകാൻ വയ്യ, പിന്നോട്ടും പോകാൻ വയ്യ, അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ അർജുനന്റെ ഈ സങ്കടം, അദ്ദേഹത്തിന്റെ വാദങ്ങൾ, ഇതെല്ലാം കൂടി ഒരൊറ്റ ശ്ലോകത്തിൽ വളരെ ശക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അതിലാണ് കാര്യത്തിൻ്റെ എല്ലാം കാതലിരിക്കുന്നത്. ഇതാണ് ആ ശ്ലോകം, ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം. നമുക്ക് 2000 വർഷം മുൻപുള്ള ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പോൾ ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ഇതൊരു ചോദ്യമല്ല കേട്ടോ, ഇതൊരു പ്രഖ്യാപനമാണ്. ഈ ശ്ലോകത്തിലെ ഒരു 3 വാക്കുകൾ നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. 1 കാ പ്രീതിഹി, അതായത് എന്ത് സന്തോഷം. 2 പാപം, ആ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ 3-ാമത്തേത് ആദതായിനഹ, അതിൻ്റെ അർത്ഥം ആക്രമണകാരികൾ എന്നാണ്. ഈ 3 വാക്കുകളിലാണ് അർജുനന്റെ മുഴുവൻ വാദവും ഒതുങ്ങുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഈ വാക്കുകൾ ഓരോന്നായി എടുത്ത് പരിശോധിക്കാം. അർജുനന്റെ ആ നിരാശ എത്രത്തോളം വലുതായിരുന്നുവെന്ന് അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ആദ്യത്തെ വാചകം ഓർമ്മയുണ്ടല്ലോ, കാ പ്രീതിഹി അഥവാ എന്ത് സന്തോഷം. ഇത് ശരിക്കും കൃഷ്ണനോടുള്ള ഒരു ചോദ്യമല്ല, അതൊരു തരം റിട്ടോറിക്കൽ ക്വസ്റ്റ്യനാണ്. അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്, ഈ യുദ്ധം ജയിച്ചാൽ ഒരു തരി പോലും സന്തോഷം കിട്ടാൻ പോകുന്നില്ല, മറിച്ച് ഭയങ്കരമായ ദുഃഖം മാത്രമായിരിക്കും ഫലമെന്ന്. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. അർജുനൻ കൃഷ്ണനെ ജനാർദ്ദനൻ എന്നാണ് വിളിക്കുന്നത്. എന്തിനായിരിക്കും ആ പേര് തന്നെ തിരഞ്ഞെടുത്തത്? കാരണം ജനാർദ്ദനൻ എന്ന വാക്കിന് ജനങ്ങൾ ആരാധിക്കുന്നവൻ എന്നും ജനന മരണങ്ങൾക്ക് അതീതനായവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് വെറുമൊരു യുദ്ധത്തെക്കുറിച്ചല്ല, മരണത്തെക്കുറിച്ചാണ്, അതിൻ്റെ ആത്മീയമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ്. ജനന മരണങ്ങളുടെ നാഥനോടാണ് അദ്ദേഹം ആ സങ്കടം പറയുന്നത്. ഇതാണ് അർജുനൻ നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഒരു വശത്ത് യുദ്ധനിയമം അനുസരിച്ച് ഇവരൊക്കെ ആദദായിനഹ ആണ്, അതായത് ആക്രമണകാരികളാണ്, അവരെ കൊല്ലുന്നതിൽ തെറ്റില്ല. പക്ഷെ മറുവശത്തോ ഇവരൊക്കെ അദ്ദേഹത്തിന്റെ മുത്തച്ഛനും ഗുരുവും സഹോദരങ്ങളുമാണ്. നിയമം ഒന്നു പറയുന്നു, ഹൃദയം മറ്റൊന്നു പറയുന്നു. ഈ ഒരു സംഘർഷമാണ് അർജുനനെ തളർത്തിക്കളയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ ശ്ലോകത്തിന്റെ പ്രധാന ആശയം എന്താണ്? എന്തുകൊണ്ടാണ് ആ വിജയം ഒരു സന്തോഷവും കൊണ്ടുവരില്ല എന്ന് അർജുനൻ ഉറപ്പിച്ചു പറയുന്നത്? അദ്ദേഹം 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്, ഈ വിജയത്തിൽ സന്തോഷം എന്നൊന്നും ഉണ്ടാകില്ല. കാ പ്രീതി എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം അതിലുണ്ട്, ഒരു സന്തോഷവുമില്ല. രണ്ടാമത്, സന്തോഷം അസാധ്യമാണ്. കാരണം സ്വന്തം കുടുംബത്തെ കൊന്നിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷിക്കാൻ കഴിയുക? മൂന്നാമത്, ഇനി അഥവാ ഒരു രാജ്യം കിട്ടിയാൽ തന്നെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കുന്ന ആ രാജ്യത്തിന് എന്തർത്ഥമാണുള്ളത്? അത് തികച്ചും ശൂന്യമാണ്. അപ്പോൾ സന്തോഷം കിട്ടില്ല, പകരം എന്ത് കിട്ടും? അവിടെയാണ് അടുത്ത വാക്ക് വരുന്നത്, പാപം. ഈ പാപം വെറുതെ വന്നു പോകുന്ന ഒന്നല്ല, അത് അനിവാര്യമാണ്, ഉറപ്പായും വന്നു ചേരും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് അർജുനന് മാത്രം കിട്ടുന്ന ഒന്നല്ല, ഞങ്ങളെ, അതായത് പാണ്ഡവരെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ്. ഏറ്റവും പ്രധാനമായി ആ പാപം അവരെ പിടികൂടും എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ആത്മാവിലൊരു കറയായി, ഒരു കളങ്കമായി അത് എക്കാലവും നിലനിൽക്കും. അപ്പോൾ നോക്കൂ, അർജുനന്റെ ആ വാദത്തിന്റെ ഘടന എത്ര കൃത്യമാണെന്ന്. 1, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു, കൗരവരെ കൊല്ലുക. 2, അതുകൊണ്ടുള്ള നല്ല ഫലം എന്താണെന്ന് ചോദിച്ചിട്ട് അത് ഇല്ല എന്ന് സ്ഥാപിക്കുന്നു, ഒരു സന്തോഷവുമില്ല. 3, അതുകൊണ്ടുള്ള ചീത്ത ഫലത്തെ ഉറപ്പിച്ചു പറയുന്നു, പാപം മാത്രമേ കിട്ടൂ. 4-മതായി ആ വൈരുദ്ധ്യവും അംഗീകരിക്കുന്നു, അവർ ആക്രമണകാരികളാണ്, പക്ഷെ അവരെ കൊല്ലുന്നത് പാപമാണ്, കാരണം അവർ കുടുംബമാണ്. ഒരൊറ്റ ശ്ലോകത്തിൽ എന്തൊരു ബലമുള്ള വാദമാണ് അല്ലേ? ഈ വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇത് 2000 വർഷം മുൻപ് അർജുനൻ മാത്രം നേരിട്ട ഒരു പ്രശ്നമല്ല. ഇതിന്നും പ്രസക്തമായ, കാലത്തെ അതിജീവിക്കുന്ന ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും? ഒരാൾക്ക് നമ്മൾ എന്ത് ലേബിൾ കൊടുത്താലും, ശത്രു എന്നോ ആക്രമണകാരി എന്നോ വിളിച്ചാലും അത് അവർക്ക് നമ്മളുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കുന്നില്ല. ചില വിജയങ്ങൾ കാണാൻ വിജയമാണെങ്കിലും ശരിക്കും അതൊരു വലിയ പരാജയമായിരിക്കും. അവസാനമായി ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിർത്താം. നമുക്ക് ഏറ്റവും വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് കിട്ടുന്ന ഒരു വിജയത്തിന് അതിൻ്റെ യഥാർത്ഥ വില എന്താണ്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.